കേരളത്തിൽ വേനൽ മഴ എത്തിയത് ആശ്വാസമായെങ്കിലും തിരുവനന്തപുരത്തുകാർക്ക് ദുരിതമാണ്. ഇന്നലെ പെയ്ത മഴയിൽ നഗരത്തെ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി കുഴിച്ച കൂറ്റൻ കുഴികളിൽ വെള്ളം നിറഞ്ഞതോടെ വഴി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണുള്ളത്. മഴ ചെറിയ അളവിൽ മാത്രമാണ് ലഭിച്ചതെങ്കിലും വെള്ളക്കെട്ട് രൂക്ഷമായി മാറി. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു മഴ ആശ്വാസമായി എത്തിയെങ്കിൽ പോലും അത് ദുരിതമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നഗരത്തിലടക്കം വളരെയധികം വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യം. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി പലയിടങ്ങളിലും കുഴിയെടുത്തിട്ടുണ്ട്. അതിലും വെള്ളം നിറഞ്ഞ നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ദുരിത ജീവിതം വീണ്ടും ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുകയാണ്. എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വഞ്ചൂരിൽ നിന്നും ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വഴിയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും, ഡീപ്പ് എക്സ്കവേഷനാണ്, അതായത് ആഴത്തിലുള്ള കുഴിയാണ് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും എടുത്തിട്ടിട്ടുള്ളത്. ഇന്ന് രാത്രി വേനൽ മഴ ലഭിച്ചുവെങ്കിലും തിരുവനന്തപുരത്തുകാർക്ക് ഇതൊരു ദുരിതമായിരിക്കും. കാരണം തിരുവനന്തപുരത്ത് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വഞ്ചിയൂർ മുതൽ ജനറൽ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ അട്ടക്കുളങ്ങര, അതുപോലെ തന്നെ തൈക്കാട്, തുടങ്ങിയ സ്ഥലങ്ങളിലും, അതോടൊപ്പം തന്നെ വഴുതക്കാട്, വെള്ളയമ്പലം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം സ്മാർട്ട് സിറ്റിയുടെ പേരിൽ ആഴത്തിലുള്ള കുഴികൾ കുഴിച്ചിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ ഇന്നലെ കേരളത്തിൽ വേനൽ മഴ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തുകാർക്ക് ജീവിതം ദുരന്തമാണ്. പൊതുവേ തിരുവനന്തപുരം ജില്ലയിൽ നല്ല ശക്തിയായ മഴ ലഭിക്കുന്ന സമയത്ത് ഈ ബണ്ട് റോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മുട്ടറ്റത്തിന് മുകളിൽ വരെ വെള്ളം കയറുന്നത്, ആമഴഞ്ചാൻ തോടിൽ നിന്നും വെള്ളം കയറി ദുരിതപരമായിട്ടുള്ള ജീവിതമാണ് അവർ നയിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു കുഴി കുഴിച്ചിട്ടുകൊണ്ടുള്ളൊരു കുഴി കുഴിച്ചിട്ടുകൊണ്ട് തലസ്ഥാനവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നടപടികളിലേക്ക് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് നഗരസഭ കടന്നിട്ടുള്ളത്. നഗരസഭ ഈ പ്രവർത്തനങ്ങളൊന്നും വേഗത്തിൽ നടത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുന്നോടിയായിട്ട് തന്നെ നഗരത്തിലെ റോഡുകളും അതോടൊപ്പം തന്നെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുകയും അതോടൊപ്പം തന്നെ ഓടകളുടെ പ്രവർത്തനമെല്ലാം പൂർത്തീകരിക്കുമെന്നൊക്കെയുള്ളൊരു ഒരു അറിയിപ്പൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പുകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലുകളൊന്നും നടക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. നല്ലൊരു റോഡായിരുന്നു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡ് കുഴിച്ചിട്ടിട്ട് ഒരുപാട് ദിവസം അല്ലെങ്കിൽ ഒരുപാട് മാസങ്ങൾ പിന്നിടുന്നു. അതായത് ഈ വഞ്ചൂർ പോലെ തന്നെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. ആളുകൾക്ക് അതുപോലെ തന്നെ കുട്ടികൾക്ക്, അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ജോലി ചെയ്യുന്ന ഇടമാണ്. അപ്പോൾ അവർക്കൊക്കെ സമയത്തിനൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മഴയില്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വെയിലായിരിക്കും, ഈ വെയിലത്ത് പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം ഇങ്ങനെ ആഴത്തിലുള്ള കുഴി കുഴിച്ച് സ്മാർട്ട് സിറ്റിയുടെ പേരിൽ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ കുഴി കുഴിച്ചിട്ടേക്കുവാണ്. ഒരുപക്ഷെ നല്ലൊരു മഴ ലഭിക്കുകയാണെങ്കിൽ നഗരത്തിലൊരു രൂക്ഷമായ അല്ലെങ്കിൽ വലിയൊരു വെള്ളക്കെട്ടിലേക്ക് പോകും. കാരണം ഓപ്പറേഷൻ നഗരസഭയുടെ വെള്ളപ്പൊക്ക നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ഓടകളൊക്കെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഓടകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ വൃത്തിയാക്കണമെന്ന് നഗരസഭകളുടെ ഭാഗത്തു നിന്നൊക്കെ നിർദ്ദേശം എല്ലാ വർഷവും ഉള്ളതാണ്. ഇനിയിപ്പോൾ നമുക്കറിയാം, 3-4 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ പക്ഷേ 2 മാസം കഴിയുമ്പോൾ ശക്തമായ മഴയൊക്കെ ലഭിക്കും. അതിനു മുമ്പേ തന്നെ നഗരത്തിൽ പ്രധാനപ്പെട്ട, അതായത് വെള്ളം ഒഴുകിപ്പോകുന്ന ഓടകളെല്ലാം വൃത്തിയാക്കി വെള്ളത്തിന് സുഗമമായി സഞ്ചരിക്കാനുള്ള വഴിയൊരുക്കി കൊടുക്കുകയാണ്. പക്ഷേ ഈ ഓടകളൊക്കെ അടച്ചുകൊണ്ട് ഒരുപക്ഷെ ഈ പണികളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഓടകളൊക്കെ അടഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഒരുപക്ഷെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊരു മഴ ലഭിക്കുകയാണെങ്കിൽ നഗരം വലിയൊരു രീതിയിലുള്ള വെള്ളക്കെട്ടിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. ആ പ്രവർത്തനങ്ങളൊക്കെ വീണ്ടും പുനരാരംഭിക്കേണ്ടി വരും. അതൊരു സാമ്പത്തിക നഷ്ടത്തിലേക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോകും. എന്തായാലും ഇന്നലെ ഏതാണ്ട് 6 മില്ലിമീറ്റർ വരെയാണ് പെട്ടെന്നുണ്ടായ മഴ ലഭിച്ചത്. ഇതുപോലെ സമാനമായ രീതിയിൽ തന്നെ പെട്ടെന്നൊരു മഴ ലഭിക്കാനൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ മഴക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കുകയാണെങ്കിൽ പ്രദേശവാസികൾക്കും പൊതുജനങ്ങൾക്കൊക്കെ ഏറ്റവും സഹായകരമായിട്ടൊരു കാര്യം തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കുക. എന്തായാലും നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. ഇത്തരത്തിൽ കുഴി കുഴിച്ച് പൊതുജനങ്ങൾക്ക് വഴി നടക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നതെന്ന് പറയേണ്ടിയുള്ളത്. എന്തായാലും നിലവിലിപ്പോൾ ഈ മഴ ഇന്നലത്തോടെ മഴ ലഭിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ അത്രയും രൂക്ഷമായൊരു സാഹചര്യം അല്ലെങ്കിൽ ഇനിയൊരു വെള്ളക്കെട്ടിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത് നഗരസഭയുടെ ഉത്തരവാദിത്തം തന്നെയാണ്. വിഷ്ണു.
ടിൻഡു, ഒപ്പം തന്നെ ഇന്നും സംസ്ഥാനത്ത് മഴയ്ക്കുള്ള ഒരു സാഹചര്യം ഉടലെടുക്കുന്നുണ്ട്. നിലവിൽ മഴ മുന്നറിയിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെ നോക്കിക്കാണാം? പൊതുവെ തെക്കൻ ജില്ലകളിൽ മഴ ലഭിക്കുമെന്നാണ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയായി സംസ്ഥാനത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് ഉയർന്നു പോയത്. ആ ഒരു കടുത്ത വേനലിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത്രയും വരണ്ടൊരു ജീവിതത്തിൽ തന്നെയാണ്, അത്രയും ഒരു ബുദ്ധിമുട്ടൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ മഴ ശക്തമായി ലഭിച്ചിട്ടുള്ളത്. ഒരു മഴ ലഭിക്കുന്നത് ഈ വരും രണ്ട് ദിവസങ്ങളിൽ മഴ കനക്കും എന്ന് തന്നെയാണ്. ഒരുപക്ഷെ 2 ദിവസങ്ങൾ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തിയായ മഴ ലഭിക്കുന്നത് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയാലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ഒരു നിർദ്ദേശമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ ആലപ്പുഴയിലും അതുപോലെ തന്നെ സമീപമായ കടലോര മേഖലകളൊക്കെ കടൽ ഇറങ്ങിപ്പോകുന്ന സാഹചര്യമൊക്കെ മുന്നിൽ കണ്ടത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അല്ലെങ്കിൽ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റം വരുന്നുണ്ട് എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ തീരദേശ മേഖലയ്ക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം ഈ കാറ്റ് 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. വേരിയേറ്റ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ തിരമാല ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് കാലാവസ്ഥയിൽ കാര്യമായ മാറ്റം വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റം വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വരുന്ന 2 ദിവസം എന്തായാലും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചേക്കാം. അതോടൊപ്പം തന്നെ വേനലിൻ്റെ ചൂട് കുറയുന്നില്ല. വരും ദിവസങ്ങളിൽ മഴ ലഭിക്കുമെങ്കിലും കടുത്ത വേനൽ അല്ലെങ്കിൽ ഒരു വേനൽ ഒരു കുറച്ച് നാൾ കൂടി അല്ലെങ്കിൽ ഒരു മാസവും കൂടി ഇതേ സമാനമായ രീതിയിൽ ചൂട് മുന്നോട്ട് പോകുമെന്നൊരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലാണ് മഴയുടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തുതന്നെയായാലും ഈ ഒരു മഴ തുടർന്നാൽ പോലും സംസ്ഥാനത്ത് ചൂടിന് ഒരു കുറവും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. ടിൻഡു ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.